രമേശ് നാരായണൻ എന്നെ കേൾക്കാമെന്നാണ് കരുതുന്നത്. ആസിഫ് അലിയെ വിളിച്ചിരുന്നോ അങ്ങ്? ഹലോ, ആസിഫ് അലിയെ വിളിച്ചിരുന്നോ സാർ? ആസിഫ് അലി ഞാൻ ട്രൈ ചെയ്തിരുന്നു, ആസിഫ് അലി കിട്ടിയില്ല. ആസിഫ് അലി ഞാനൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മെസ്സേജ്? ഇതിപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ക്ഷമിക്കുക, അങ്ങനെയാണോ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ? അതല്ല, എനിക്ക് വിഷമമുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ വിഷമമുണ്ട്. പിന്നെ എൻ്റെ പേര് മാറ്റി വിളിച്ചു, അവിടെ വേറൊരു പേരിൽ തന്നെ അനൗൺസ് ചെയ്തു. പിന്നെ അപ്പോൾ എൻ്റെ ഒരു മാനസികമായ അവസ്ഥ വേറെയായിരുന്നു അവിടുന്ന്. കാര്യം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ജയരാജിയുടെ ആ മൊത്തം പടത്തിൻ്റെ ക്രൂസിനെ വിളിച്ചപ്പോൾ എൻ്റെ പേരിലുണ്ടായിരുന്നു. എന്നെ വിളിക്കാതിരുന്നപ്പോൾ തന്നെ എനിക്ക് മാനസികമായി ഞാൻ തളർന്നു പോയി, ആക്ച്വലി സത്യം പറയാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MT സാറിൻ്റെ മോളെടുത്ത് ഞാൻ പോകാൻ വേണ്ടിയിട്ട് അശ്വതി എടുത്ത് പോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനപ്പോൾ പറഞ്ഞു, ഞാനും ജയരാജിയുടെ പടത്തിൽ ഞാനായിരുന്നു മ്യൂസിക് അറിയുള്ളത്. അയ്യോ അപ്പോഴാണ് പറഞ്ഞത്, സോറി രമേഷ് ജി, അത് മൊമെൻ്റോ വാങ്ങിച്ചു പോയാൽ മതി. അപ്പോഴാണ് ഞാൻ മൊമെൻ്റോ, ആ സമയത്താണ് ഞാൻ സ്റ്റേജിലല്ലല്ലോ കയറുന്നത്. അങ്ങ് നേരിട്ട ഒരു വേദനയ്ക്ക് ആസിഫിൽ താഴെയല്ലേ ഉള്ളത്. അങ്ങ് നേരിട്ട ഒരു അസ്വസ്ഥതയ്ക്ക്, ഒരു അതൃപ്തിക്ക് ആസിഫിൽ എന്ത് പിഴച്ചു സാർ? ഞാൻ ഇപ്പോൾ പറയുന്നത്, അങ്ങയുടെ ഈ പറഞ്ഞ മേഘമൽഹാർ അടക്കം, ഗർഷോം അടക്കം, ഈ പറഞ്ഞ എല്ലാ സിനിമകളിലെയും പാട്ടുകളിലെയും ഒരു എക്കാലത്തെയും വലിയൊരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള സകലമായ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറഞ്ഞാൽ, അങ്ങ് ആ സമയത്ത് ആ സിറ്റുവേഷനിൽ ആസിഫിനോട് കാണിച്ചത് മര്യാദകേടെന്ന് വാക്യം പറയില്ല, പക്ഷേ അങ്ങേയറ്റം ഒരു നിരാശാജനകമായ ആറ്റിറ്റ്യൂഡായി പോയി ശ്രീ രമേശ് നാരായണൻ. ശരിയായിരിക്കാം. ഞാൻ ആസിഫിൽ നിന്ന് ഞാൻ മൊമെൻ്റോ സ്വീകരിച്ചു. അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, നമ്മൾ 3-4 ദിവസം ഇരുന്ന് വർക്ക് ചെയ്ത് ജയരാജിയും കൂടെ വരണം. അപ്പോൾ ജയരാജ് വരുന്ന സമയത്ത് ആസിഫ് അവിടെ നിന്ന് മാറി. കാര്യം ആസിഫിനെ എനിക്ക് സത്യമായിരുന്നു, ആസിഫിനെ എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഐ ആം സോ സോറി. ഞാൻ അതാണ് പറഞ്ഞത്. ഐ ആം വെരി സോറി, വെരി മച്ച് ഫെൽറ്റ്. നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത്, തുറന്ന അത് അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ സോറി സാർ, ഒന്നുകൂടെ പറയാം. ആ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും വരാം. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അനുഭവിച്ച ഒരു പെയിനുണ്ട്. കാര്യം എൻ്റെ പേര് മാറ്റി വിളിക്കുന്നു, എൻ്റെ പേര് വേറൊരു പേരിൽ എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് കരുതും? എൻ്റെ പേരിൽ വേറൊരു പേരിലാണ് എന്നെ കോൾ ചെയ്തത്. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, അത് പോട്ടെ എന്ന് വിചാരിക്കാം. അതൊന്നും ആസിഫിനോട് കുറ്റമല്ലല്ലോ. ഒരു ചിരിയോടെ അങ്ങേക്ക് ഉപഹാരം തരാനുള്ള വലിയ ബഹുമാനത്തോടെ അങ്ങേക്ക് വരുന്നു. അങ്ങ് ആസിഫ് അലിയെ മൈൻഡ് ചെയ്യുന്നേയില്ല, അങ്ങ് ആസിഫ് അലിക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആസിഫ് അലി എന്ന ഒരു മനുഷ്യൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങ് നടിക്കുന്നതേ ഇല്ല, അങ്ങ് അറിയുന്നതേ ഇല്ല. അങ്ങ് അതിനെ പൂർണ്ണമായി അങ്ങ് അവഗണിച്ച് കളഞ്ഞ് അങ്ങയുടെ സുഹൃത്തായ ജയരാജിനെ വിളിക്കുകയാണ്. അത് കാണുന്ന മനുഷ്യർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ. അങ്ങയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്ന ഒരു ദൃശ്യങ്ങളല്ല അത് ശ്രീ രമേശ് നാരായണൻ. ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നങ്ങ് പറയുകയാണ് ചെയ്യേണ്ടത്, നിരുപാധികം. അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല. അങ്ങ് തെറ്റുപറ്റി, സോറി. തീർച്ചയായിട്ടും ആസിഫ് ഈസ് ലൈക്ക് മൈ സൺ, എനിക്ക് പറയാൻ